നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും ജീവിക്കുന്ന, വേദനിക്കുന്ന, നിരാലംബരും രോഗികളുമായ സഹോദരങ്ങളിലേക്ക് നന്മയുടെ കരം നീട്ടുവാൻ ഒരു പുതിയ പ്രോഗ്രാം ശമരയാൻ ഞങ്ങൾ ഒരുക്കുകയാണ്. പങ്കുവയ്ക്കുന്ന ക്രൈസ്തവ സ്നേഹത്തിന്റെ ഈ മഹനീയ സാക്ഷ്യാനുഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ജീവിതമാകുന്ന ജെറുസലേമിൽ നിന്നും ജെറിക്കോയിലേക്കുള്ള രോഗമെന്ന കവർച്ചക്കാർ പതിയിരിക്കുന്ന ഈ യാത്രാവീഥിയിൽ മുറിവേറ്റ് വീഴുന്ന നമ്മുടെ സഹോദരങ്ങളുടെ കണ്ണീരിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഇന്ന് ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഇത് കണ്ടിട്ടും വഴിമാറി നടക്കില്ലെന്ന പ്രതീക്ഷയോടെ ഇത് സുധി. 10 വർഷം മുമ്പ് തൃശൂർ ജില്ലയിലെ മാള പുളിപ്പറമ്പ് ദേശത്ത് അറിയപ്പെടുന്ന ഒരു ഡാൻസ് ടീച്ചറായിരുന്നു ഇദ്ദേഹം. അന്ന് ഈ നാട്ടിൽ നടക്കുന്ന ഓരോ പ്രോഗ്രാമിലെയും സുധിയുടെ നടനം ഇന്നും നാട്ടുകാരുടെ മനസ്സിലെ മായാമുദ്രകളാണ്. ഈ കുട്ടി നല്ല ആക്റ്റീവാണ്. ഈ കുട്ടി വരയ്ക്കും, കഥ എഴുതും, പിന്നെ ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കും, പച്ചക്കറി നടും. ഒരു നേരം പോലും അവൻ ഇരിക്കില്ല. അങ്ങനെ വയ്യാത്തൊരു കുട്ടിയെന്ന് ഞങ്ങൾക്ക് അവനെ കണ്ടാൽ തോന്നൂല. പക്ഷെ അവൻ ഭയങ്കര അവശനാണ്. എങ്കിലും അത് ജനങ്ങളെ അറിയിക്കില്ല, നാട്ടുകാരെ അറിയിക്കില്ല. നല്ലൊരു ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കുട്ടിയാണ്. പക്ഷേ 10 വർഷങ്ങൾക്കിപ്പുറം സുധിയെ അരങ്ങിൽ നിന്ന് വീടിന്റെ ഉമ്മറത്തേക്ക് പറിച്ചു നട്ടത് രോഗമെന്ന മഹാപീഡയാണ്. എന്നിട്ടും അടിപതറാത്ത മനസ്സുമായി വീടും പരിസരവും ഒരു പൂങ്കാവനമാക്കാൻ ശ്രമിക്കുകയാണ് ഈ നിസ്സഹായി. ഈ ഇടവകയുടെ അതിർത്തിയിൽപ്പെട്ട ഒരു ഹൈന്ദവ കുടുംബമാണ് പരേതനായ ചോദിയുടെ ഭവനം. പൊയ്യ പഞ്ചായത്തിൽ നിന്നും കൊടുത്ത 4 സെന്റ് സ്ഥലത്താണ് ഇദ്ദേഹത്തിന്റെ ഭവനം ജീവിക്കുന്നത്. സാമ്പത്തികമായും രോഗത്താലും വളരെയധികം കഷ്ടപ്പെടുന്ന കുടുംബമാണ് ഇദ്ദേഹത്തിൻ്റെത്. വർഷങ്ങൾക്ക് മുമ്പ് സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും പരിമളത്താൽ നിറഞ്ഞു നിന്നിരുന്ന ഈ കുടുംബം പള്ളിക്ക് സമീപത്തുണ്ടായിരുന്ന 18 സെന്റ് പുരയിടത്തിലായിരുന്നു താമസം. ഇവരെ ഞാൻ 20 വർഷമായിട്ട് എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. ഇവർക്ക് ഒരു 18 സെന്റ് സ്ഥലവും ഒരു പുരയും പുളിപ്പറമ്പ് പള്ളിയുടെ ബാക്ക് വശത്ത് ഉണ്ടായിരുന്നതാണ്. അങ്ങനെ അന്നത്തെ കാലത്ത് ഇവർക്ക് അച്ഛനും ഉണ്ടായിരുന്നു. അച്ഛനും അമ്മയ്ക്കും പുളിപ്പറമ്പ് പള്ളി ആ മഠത്തിലായിരുന്നു ജോലി പണ്ട്. പെട്ടെന്ന് അച്ഛൻ അസുഖം മൂലം ഒരു ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് മരണമടയുകയാണ്. കുടുംബനാഥനായ ചോദിയുടെ വേർപാടിന്റെ നീറ്റലിൽ കഴിഞ്ഞിരുന്ന ഈ കുടുംബം 41 ദിവസത്തിനുള്ളിൽ അടുത്ത ദുരന്തത്തെ കൈനീട്ടി സ്വീകരിക്കേണ്ടി വന്നു. അച്ഛൻ മരിച്ച് 41 കഴിഞ്ഞതിന് ശേഷം ഇളയ മകന് ഛർദിയും കാലുമ നീരൊക്കെ കണ്ട് പെട്ടെന്ന് ഞങ്ങൾ മാള ആസ്പത്രിയിൽ അഡ്മിറ്റാക്കി. അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞ് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞ് സ്കാൻ ചെയ്തപ്പോഴാണ് കിഡ്നി പ്രവർത്തനമില്ല എന്ന് പറഞ്ഞത്.
അങ്ങനെ ഞങ്ങൾ ഉടനെ ജൂബിലി മിഷനിലേക്ക് കൊണ്ടുപോയി. അവിടെ ജോൺ ഡോക്ടറെ കീഴിൽ ഡയാലിസിസ് തുടങ്ങി അന്ന് തന്നെ. രോഗത്തോടൊപ്പം കടവും മൂർച്ഛിച്ചതോടെ സുധിയുടെ ഡയാലിസിസിന്റെ താളവും തെറ്റി. പിന്നീടൊന്നും നോക്കാതെ സ്വന്തമായുണ്ടായിരുന്ന 18 സെന്റ് സ്ഥലവും വീടും വിൽക്കുകയായിരുന്നു ഈ നിർധന കുടുംബം. എനിക്ക് 4 മക്കളാണ്, 2 പെണ്ണും 2 ആണും. അതിലും ചേച്ചിമാരെ കെട്ടിക്കാനായിട്ട് ആധാരം ഞാൻ പണയം വെച്ചും കടം മേടിച്ചാണ് ഞാൻ അവരെ കെട്ടിച്ചയച്ചത്. അതിനുശേഷം 2005 തന്നെ ഡയാലിസിസ് തുടങ്ങി. ഇപ്പം 10 വർഷമായി തുടങ്ങിയിട്ട്. അങ്ങനെ ഡയാലിസിസ് തുടങ്ങി 5 കൊല്ലം കഴിഞ്ഞപ്പോൾ കാശ് കടം കൊണ്ട് വീടൊക്കെ ഞങ്ങൾ വിറ്റ് ഞങ്ങൾ ഇവിടെ 4 സെന്റ് സ്ഥലം വാങ്ങിച്ചു. ഞങ്ങൾ ഇവിടെ പാർത്ത് ഇവിടെ നിന്നാണ് ഡയാലിസിന് കൊണ്ടുപോണത്. കഴിഞ്ഞ 10 വർഷമായിട്ട് സുധിയുടെ ജീവനെ പിടിച്ചു നിർത്തുന്നത് ഡയാലിസിസ് ആണ്. ആഴ്ചയിൽ 2 വീതം ഡയാലിസിസിൽ തുടങ്ങിയ ഈ ട്രീറ്റ്മെന്റ് ഇപ്പോൾ ആഴ്ചയിൽ 3 എന്ന തോതിലാണ് മുന്നോട്ടു പോകുന്നത്. ആദ്യ ആഴ്ചയിൽ 2 ഡയാലിസിസിലായിട്ടാണ് തുടങ്ങിയിരുന്നത്. പിന്നെ അത് 5 വർഷം അങ്ങനെ ഡയാലിസിസ് ആഴ്ചയിൽ 2 പോയിക്കൊണ്ടിരുന്നു. 5 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് മൂത്രം പോകാനൊക്കെ ബുദ്ധിമുട്ടും കുറച്ച് ശ്വാസമുട്ടും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നപ്പോൾ ഡോക്ടർ ആഴ്ചയിൽ 3 മാറ്റി. ഇപ്പം 10 വർഷമായി. ഇപ്പം 3 ഡയാലിസിലൂടെ തന്നെയാണ് പോണത്. ഒരുപാട് വിഷമം ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊക്കെ അനുഭവിച്ചാണ് എൻ്റെ ചേട്ടനും അമ്മയും എന്നെ അങ്ങനെ ഡയാലിസിന് കൊണ്ടുപോണത്. പത്ത് വർഷം, ഏതാണ്ട് 1000-ഓളം ഡയാലിസിസ്. ഇന്നത്തെ കണക്കനുസരിച്ച് ഒരു ഡയാലിസിസിന് ഏകദേശം 2000 രൂപ. ഈ കണക്കുകൾ നടുവൊടിച്ചത് ഈ കുടുംബത്തിന്റെ മാത്രമല്ല, സുമനസ്സുകളായ നാട്ടുകാരുടെ കൂടിയാണ്. ഇവിടെ വന്നിട്ട് ഇപ്പൊ താമസിക്കുന്ന 7 വർഷമായി. അതിനുശേഷമാണ് എൻ്റെ വിവാഹം കഴിഞ്ഞത്. എൻ്റെ വിവാഹം കഴിഞ്ഞ് എനിക്ക് 2 കുട്ടികളുണ്ട്. പിന്നെ വളരെയധികം ബുദ്ധിമുട്ടാണ് ഞങ്ങൾ ഡയാലിസിസിന് പോണത്. അപ്പോൾ ഈ നാട്ടുകാരും അല്ലാത്ത ആൾക്കാരും 500 രൂപ, അങ്ങനെ 200 രൂപ, അങ്ങനെ അവർക്ക് തരാൻ പറ്റുന്ന സംഖ്യ കൊണ്ട് ഞങ്ങളെ സഹായിച്ച് അങ്ങനെയാണ് ഇപ്പം ഞങ്ങൾ മുന്നോട്ട് പോണത്. വളരെയധികം ഞാനാണ് അവനെ കൊണ്ടുപോണതും കാര്യങ്ങളും, ഞാനും അമ്മയും കൂടി കൊണ്ടുപോണത്. അപ്പോൾ വളരെയധികം ബുദ്ധിമുട്ട് ഞങ്ങൾ ഡയാലിസിന് തന്നെ പറ്റാത്തൊരു അവസ്ഥയായി 10 വർഷമായി തുടങ്ങിയിട്ട്. സുധിയുടെ മനസ്സും ശരീരവും ഡയാലിസിസിനോട് ഇനി അധികനാൾ പൊരുത്തപ്പെടില്ലെന്നാണ് ഡോക്ടർ നിർദ്ദേശിക്കുന്നത്. ഇനിയുള്ള ഏക മാർഗം പണ്ട് കിഡ്നി കിട്ടാത്തതിന്റെ പേരിൽ നീണ്ടുപോയ കിഡ്നി മാറ്റിവെക്കൽ സർജറിയാണ്. ഇപ്പൊ പണ്ടത്തെ പോലെ എനിക്ക് ആരോഗ്യസ്ഥിതികളൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഡോക്ടർ എത്രയും പെട്ടെന്ന് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ഗ്രൂപ്പ് A പോസിറ്റീവാണ്. എൻ്റെ വീട്ടിലാണെങ്കിൽ എനിക്ക് മാച്ചായിട്ടുള്ള കിഡ്നി ആർക്കും ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ കടാവറിലൂടെ ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഈ വരുന്ന സെപ്റ്റംബർ മാസം കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ഏകദേശം നടക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 10 ലക്ഷം രൂപയെക്കുറിച്ച് ഇനി എങ്ങനെ ഈ കുടുംബത്തിന് ചിന്തിക്കാൻ കഴിയും? മരവിച്ച മനസ്സുമായി ദിവസങ്ങൾ തള്ളി നീക്കുന്ന സുധിയുടെ സ്വപ്നം ഡയാലിസിസ് ഇല്ലാത്ത ചിലങ്കാണിഞ്ഞ ഒരു ജീവിതമാണ്. എല്ലാവരും നല്ല ആരോഗ്യവാന്മാരെ പോലെ നടക്കുന്നത് കാണുമ്പോൾ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. നല്ല ആരോഗ്യവാന്മാരെ പോലെ ജീവിക്കാനും നന്നായിട്ട് നടക്കാനും. അതുകൊണ്ട് ഇത് കാണുന്ന എല്ലാവരും
എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം. എന്നെ എല്ലാവരും കഴിയുന്ന വിധം എന്നെ സഹായിക്കുകയും വേണമെന്ന് ഞാൻ എല്ലാവരോടും വിനീതമായി പറയുന്നു. ₹10,00,000 എ പോസിറ്റീവുകാരനായ സുധിക്ക് യോജിച്ച ഒരു കിഡ്നി. ഇതാണിപ്പോൾ ഈ കുടുംബത്തിന്റെ ഊണിലും ഉറക്കത്തിലുമുള്ള ചിന്ത. കിഡ്നി മാറ്റിവെക്കാനുള്ള ഉദ്ദേശത്തിലാണ് അമൃതയിൽ അത് മാറ്റിവെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഞങ്ങളുടെ കയ്യിൽ പൈസയൊന്നുമില്ല. ഞങ്ങൾ വളരെയധികം വീടൊക്കെ ഞങ്ങൾ വിറ്റ് വളരെയധികം വിഷമിച്ച് ജീവിക്കുന്ന ഒരു അമ്മയാണ് ഞാൻ. പക്ഷെ എൻ്റെ ചേട്ടൻ പണിക്ക് പോയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. 10 ലക്ഷം രൂപയോളം ചെലവ് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ നാട്ടുകാരും നിങ്ങളും എല്ലാവരും എന്നെ സഹായിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. 10 ലക്ഷത്തിലധികം രൂപ ചെലവ് വരുന്ന കിഡ്നി മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് സഹായിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കടമയുണ്ട്. ദൈവം നമുക്ക് സമ്പത്തും ആരോഗ്യവും തന്നിരിക്കുന്നത് നമുക്ക് മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള ബാധ്യത കൂടി ദൈവം നമ്മെ ഈ കാര്യത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നമ്മളെ അനുഗ്രഹിക്കും എന്നുള്ള ഉറച്ച വിശ്വാസം നമുക്കുണ്ടാകട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ജീവൻ നിലനിർത്താൻ ആവശ്യമായ മരുന്നിന്റെ സഹായത്തിനായി നമ്മുടെ മുമ്പിലേക്ക് കൈനീട്ടുന്ന ഈ സഹോദരങ്ങളിൽ ദൈവത്തിന്റെ മുഖം ദർശിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മളും ദൈവം ആഗ്രഹിക്കുന്ന ആ നല്ല അയൽക്കാരനായി തീരും. വിശദ വിവരങ്ങൾക്ക് ശമരിയൻ ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഫാദർ അഗസ്റ്റിൻ വള്ളൂരാൻ BC, കെയർ ഓഫ് ഡിവൈൻ വിഷൻ, മുരിങ്ങൂർ, പിൻ 680309, ചാലക്കുടി, സൗത്ത് ഇന്ത്യ. മൊബൈൽ 0944773180 ഇമെയിൽ mail@goodnesstv.tv. സ്നേഹമുള്ളവരെ, കഴിഞ്ഞ നാളുകളിൽ ശമരിയാൻ പ്രോഗ്രാമിലൂടെ നിർധനരായ അനേകം രോഗികളെ സഹായിക്കുന്നതിനായിട്ട് നമുക്ക് സാധിച്ചു. അനേകം രോഗികളെ സഹായിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ നാളുകളിലെല്ലാം അതിനുവേണ്ടി സഹായിച്ച ഓരോ വ്യക്തികളെയും പ്രത്യേകം നന്ദിയോടെ ഓർക്കുകയാണ്. ദൈവത്തിന്റെ പ്രത്യേകമായ ഒരു അനുഗ്രഹം ഈ ശുശ്രൂഷയിലൂടെ അനേകം രോഗികൾക്ക് ചികിത്സാ സഹായം നൽകുന്നതിന് വേണ്ടി ദൈവം ഇടയാക്കി. ദൈവത്തിന്റെ പ്രത്യേകമായിട്ടുള്ള ഒരു പരിപാലനയും ഇടപെടലുമാണ് ഈ പ്രോഗ്രാമിലൂടെ അനേകം നിർധനരായ രോഗികൾക്ക് ചികിത്സാ സഹായം നൽകുവാനായിട്ട് സാധിച്ചത്. അതിനെല്ലാം ഏറ്റവും നന്ദിയോടെ സന്തോഷത്തോടെ ഞങ്ങൾ ഓർക്കുമ്പോൾ ഈ നാളുകളിൽ നമ്മൾ ലിവർ സിറോസിസിന്റെ രോഗം ബാധിച്ച് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരുന്ന ശ്രീകുമാറിന്റെ രോഗാവസ്ഥയെക്കുറിച്ച് നിങ്ങൾ കാണുകയുണ്ടായി. ശ്രീകുമാറിന്റെ രോഗാവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള സഹായമായി അനേകം സ്നേഹിക്കുന്ന മക്കൾ ഇതിനുവേണ്ടി സാമ്പത്തികമായി സഹായിച്ചു. അനേകരുടെ സാമ്പത്തിക സഹായം ഞങ്ങൾ ചേർത്ത് വെച്ചപ്പോൾ 4,35,000 രൂപയുടെ ചെക്ക് ഇന്ന് ശ്രീകുമാറിന്റെ മകളെ ഞങ്ങൾക്ക് ഏൽപ്പിക്കാനായിട്ട് സാധിച്ചു. ഈ ഒരു ചികിത്സാ സഹായം നൽകുന്നതിന് വേണ്ടി ശ്രീകുമാറിന്റെ രോഗാവസ്ഥയെ മനസ്സിലാക്കി സഹായിച്ച ഓരോ വ്യക്തിയെയും ഏറ്റവും നന്ദിയോടെ ഞങ്ങൾ ഓർക്കുന്നു. ഇതിന്റെ പിന്നിൽ നിങ്ങൾ ഓരോരുത്തരും ശ്രീകുമാറിനോട് കാണിച്ച ആ സ്നേഹവും സാമ്പത്തിക സഹായവും
ദൈവസന്നിധിയിൽ വലിയ വിലയുള്ളതാണ്. സഹായിച്ച ഓരോ വ്യക്തികളെയും അവരുടെ കുടുംബങ്ങളെയും അവരുടെ ജോലിയെയും ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കും. ഇവരുടെ കുടുംബത്തിൽ കൂടുതൽ ദൈവാനുഗ്രഹം ഉണ്ടാകുന്നതിന് വേണ്ടി, ശ്രീകുമാറിന്റെ ഓപ്പറേഷൻ ഏറ്റവും വിജയപ്രദമായി തീരുന്നതിന് വേണ്ടി നമുക്കെല്ലാവർക്കും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം എന്ന് വാഗ്ദാനം ചെയ്യുന്നു. ദൈവം സമർത്ഥമായിട്ട് ശ്രീകുമാറിനെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ സുഖപ്പെടുന്ന കരം ശ്രീകുമാറിന് പൂർണ്ണ സൗഖ്യത്തിലേക്ക് നയിക്കുവാൻ കാരണമായി തീരട്ടെ. ഗുഡ്നസ് TV ഇവരോട് കാണിച്ച ഈ കരുണ ഏറ്റവും വലുതാണ്. മാരക രോഗങ്ങൾക്ക് അടിമപ്പെട്ട് ചികിത്സിക്കാൻ പൈസയില്ലാതെ മരണം കാത്തുകിടക്കുന്ന നൂറുകണക്കിന് രോഗികൾക്ക് സഹായം നൽകുന്ന ഗുഡ്നസിനോട് ശാന്തിയുടെയും എന്റെയും നന്ദി ഞാൻ അറിയിക്കുന്നു. ശ്രീകുമാറിന്റെ കുടുംബത്തിനും അവരെന്നും കടപ്പെട്ടിരിക്കും. അവരുടെ കുടുംബത്തിന് ഏറ്റവും വലിയ ആശ്വാസമാണ് ഇവിടുന്ന് ലഭിച്ചിട്ടുള്ളത്. ദൈവത്തിന്റെ ഒരു അനുഗ്രഹം അവരുടെ കുടുംബത്തിന് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇന്ന് എനിക്ക് ഇപ്പോൾ ഇവിടെ വെച്ച് തോന്നുന്നത്. തീർച്ചയായും അവരുടെയും കുടുംബത്തിന് വേണ്ടിയും ശാന്തിക്ക് വേണ്ടിയും ഗുഡ്നസ് TVയുടെ എല്ലാ ആൾക്കാരോടും ഡിവൈനോടും നമ്മൾ നന്ദി രേഖപ്പെടുത്തുന്നു. Da